ഹായ് മക്കളെ, അപ്പൊ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ്ങിലെ മറ്റൊരു ടോപ്പിക്കാണ്. എടാ ഹെഡിങ് എത്തിക്കോ, ഫോർമൽ ചാർജ്. കേട്ടുണ്ടോ ഈ ടോപ്പിക്? ഏതാ ടോപ്പിക്? ഏതാ നമ്മൾ പറഞ്ഞത്? ഫോർമൽ ചാർജ്. എടാ ഈ ഫോർമൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മോളിക്യൂളിലുള്ള ഓരോ ആറ്റത്തിന് മുകളിലും നമ്മൾ അസൈൻ ചെയ്യുന്ന ചാർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർമൽ ചാർജ്. ഇറ്റ് ഈസ് ദ ഇൻഡിവിജ്വൽ ചാർജ് അസൈൻഡ് ടു ആൻ ആറ്റം ഇൻ എ മോളിക്യൂൾ. അപ്പൊ ഈ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഒരു മോളിക്യൂളിലുള്ള ഒന്ന് രണ്ട് ആളുകളെ നമ്മൾ പരിചയപ്പെടണം. ഞാനിവിടെ ഒരു മോളിക്യൂൾ എടുക്കുകയാണ്. ഞാൻ എടുക്കുന്ന മോളിക്യൂൾ, സപ്പോസ് കൺസിഡർ എ മോളിക്യൂൾ. ഞാൻ എടുക്കുന്ന മോളിക്യൂൾ എന്ന് പറയുന്നത് മക്കളെ, എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഓക്സിജൻ മോളിക്യൂൾ ആണ്, O2. റെഡി? അപ്പൊ ഈ ഓക്സിജൻ മോളിക്യൂൾ ഞാൻ നോക്കുമ്പോൾ നമുക്ക് തൊട്ട് മുമ്പേ ഡബിൾ ബോണ്ട് പഠിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഇലക്ട്രോൺസ് നിൽക്കുന്നത് ഈ ഒരു രൂപത്തിലാണ്, അല്ലെ? അപ്പൊ ഇവിടെ ഡോട്ട് ഇട്ട് കാണിച്ചിട്ടുണ്ട്, അതേപോലെ ബോണ്ടിലും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പങ്കെടുക്കാതെ നിൽക്കുന്ന ഇലക്ട്രോൺസ് ഇല്ലേ, ഏതൊക്കെയാ അതില്? ഇതാ, ഇവര് പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല, ബോണ്ടിൽ പങ്കെടുക്കുന്നില്ല. ഇവരും എന്ത് ചെയ്യുന്നില്ലടാ? ബോണ്ടിൽ പങ്കെടുക്കുന്നില്ല. അപ്പൊ ഇവരിങ്ങനെ പെയറായിട്ട് നിൽക്കുന്ന ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോൺ പെയർ ഇലക്ട്രോൺ. എന്താ വിളിക്കാം? ലോൺ പെയർ ഇലക്ട്രോൺ. എന്താ ഈ ലോൺ പെയർ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പറയാൻ പറ്റും ദേ ആർ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ആണ്. നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ്. റെഡി അല്ലേ? ഇനി അതേ സമയത്ത് ഇവിടെ നോക്കിക്കേ, എന്താ ഇതിലുള്ള ഇലക്ട്രോൺസിന്റെ പ്രത്യേകത? ഇവിടെ രണ്ടും ബോണ്ടാണ്. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇവർ എന്തിൽ പങ്കെടുക്കുന്നതാണ്? ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പങ്കെടുക്കുന്ന ഇലക്ട്രോൺസ് ആണ്. സോ ദേ ആർ നോൺ ആസ് ബോണ്ട് പെയർ ഇലക്ട്രോൺസ്. അവർ ബോണ്ട് പെയർ എന്നാണ് നമ്മൾ പറയാം. ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് എന്ത് പറയാം? ദേ ആർ ബോണ്ടഡ് ഇലക്ട്രോൺസ്. അവരാരാണ്? ബോണ്ടഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഈ രണ്ട് ആൾക്കാർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഈ ലോൺ പെയർ എന്താണ്, ബോണ്ട് പെയർ എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സോ ആ ലോൺ പെയറും ബോണ്ട് പെയറും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോർമൽ ചാർജിന്റെ ഇക്വേഷൻ നമ്മൾ പറയുന്നത്. അപ്പൊ ഫോർമൽ ചാർജിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോ. ഒരാളെടുത്തുള്ള ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ ഫ്രീ സ്റ്റേറ്റ്, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ ഫ്രീ സ്റ്റേറ്റ് മൈനസ് നമ്പർ ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺ മൈനസ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ട് പെയർ ഇലക്ട്രോൺ. ഈ പറയുന്ന ഇക്വേഷൻ ആണ് മക്കളെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഫർളായ കാര്യമാണ്, എന്തായാലും എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പൊ ഈ ഫോർമൽ ചാർജിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ ഫ്രീ സ്റ്റേറ്റ് മൈനസ് നമ്പർ ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺ മൈനസ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ട് പെയർ ഇലക്ട്രോൺസ്. റെഡി അല്ലേ? അപ്പൊ ഞാനിവിടെ ഒരു കോമ്പൗണ്ട് എടുക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാണ്. നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് മക്കളെ, ഒന്നാമത്തെ ആള് O3 മോളിക്യൂൾ ആണ്. ആരാണ്? O3 മോളിക്യൂൾ. റെഡി? അപ്പൊ ഈ ഒരു ഓസോൺ മോളിക്യൂളിലെ ഫോർമൽ ചാർജ് നമുക്ക് കണ്ടുപിടിക്കണം. എടാ ഈ O3 മോളിക്യൂൾ എന്ന് പറയുന്നത് എങ്ങനെയാ നിൽക്കുക? നമ്മൾ ഓൾറെഡി അയാളുടെ സ്ട്രക്ചർ, ലൂയിസ് സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിജൻ ഡബിൾ ബോണ്ട് ഓക്സിജൻ, സിംഗിൾ ബോണ്ട് ഓക്സിജൻ ആണ്. റെഡി അല്ലേ? ദെൻ അതിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട്. ഈ രൂപത്തിലാണ് ഇതിലുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. റെഡി? അപ്പൊ ഇതിലുള്ള 3 ഓക്സിജൻ ആറ്റം, അവരെ 3 പേരെയും ഞാൻ ഓരോരോ കളറിൽ കാണിക്കാം. ഒന്നാമത്തത് വൈറ്റിൽ കാണിച്ചു, രണ്ടാമത്തത് ഗ്രീനിൽ കാണിച്ചു, മൂന്നാമത്തത് നമുക്ക് യെല്ലോയിൽ കാണിക്കാം. റെഡി? ആ യെല്ലോയിലുള്ള ആളുടെ അടുത്തുള്ള ഇലക്ട്രോൺസിനതാ നമ്മളിവിടെ ഈ ഒരു രൂപത്തിൽ കാണിച്ചു. ഗ്രീനിലുള്ള ആളെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രീനിൽ തന്നെ കാണിക്കാം. അപ്പൊ അയാളുടെ ലോൺ പെയർ ഇലക്ട്രോൺ നമ്മൾ കാണിച്ചു. ഇനി വൈറ്റിലുള്ളത് കാണുന്നുണ്ടല്ലേ? ഇവിടെ 1 2 3 4. റെഡി അല്ലേ? അപ്പൊ ഇത് ഒന്നെങ്കിൽ ഈ കളറിൽ ഇങ്ങനെ കാണിച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ആളെ OA OB OC എന്ന് പറയും. എനിക്ക് വേണമെങ്കിൽ ഇയാളെ എങ്ങനെ കാണിക്കാം? OA. രണ്ടാമത്തത് ഗ്രീനിലുള്ള ആളെ ഞാൻ എന്ത് വിളിക്കുന്നു? OB. ഇനി യെല്ലോയിലുള്ള ആളെ ആണെങ്കിൽ എനിക്ക് എന്തെന്ന് വിളിക്കാം? OC എന്ന് വിളിക്കാം. റെഡി? OCC. OC. Ready?
അപ്പൊ ഇങ്ങനെ 3 ആൾക്കാരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 3 ആൾക്കാർ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണം, OAന്റെ മുകളിലുള്ള ഫോർമൽ ചാർജ് കണ്ടുപിടിക്കണം. സോ ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ഫോർമൽ ചാർജ് ഓൺ OA. റെഡി അല്ലേ? അപ്പൊ OAന്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിലുള്ള ഓക്സിജന്റെ വാലൻസ് ഇലക്ട്രോൺ ഫ്രീ സ്റ്റേറ്റുകൾ എനിക്ക് അറിയണം. ഓക്സിജൻ 8 ആണ്. സോ എനിക്ക് എഴുതാം 2,6. 6 ആണ് അയാളുടെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ ഫ്രീ സ്റ്റേറ്റ്. സോ OAന്റെ ഞാൻ ചെയ്യുമ്പോൾ 6 മൈനസ് നമ്പർ ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 1, 2, 3, 4. 4 ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. 6 മൈനസ് 4 മൈനസ് ഹാഫ് ഇൻറ്റു എത്ര ബോണ്ട് ഉണ്ട് ഇവിടെ നോക്ക്, 2 ബോണ്ട് ഉണ്ട്. 2 ബോണ്ടിൽ ടോട്ടൽ 4 ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ ഹാഫ് ഇൻറ്റു 4 എന്ന് എനിക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക, 6 മൈനസ് 4 മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ OAന്റെ മുകളിലുള്ള ഫോർമൽ ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി എന്താണ് OBന്റെ മുകളിലുള്ള ഫോർമൽ ചാർജ് വരിക? ഫോർമൽ ചാർജ് ഓൺ OB അതും കൂടെ ഞാൻ ചെയ്യാം. ഫോർമൽ ചാർജ് ഓൺ OB ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. റെഡി? ഫോർമൽ ചാർജ് ഓൺ OB നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ഞാൻ കുറച്ചൊന്നും കൂടി നിൽക്കുന്നുണ്ടേ, നിങ്ങൾ കാണുന്നില്ലേ? റെഡി? ഓക്കെ. ഫോർമൽ ചാർജ് ഓൺ OB ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർമൽ ചാർജ് ഓൺ OB എന്ന് പറയുന്ന സമയത്ത് ഓക്സിജന്റെ ഫ്രീ സ്റ്റേറ്റിലുള്ളത് 6 ആണ്. സോ 6 മൈനസ് ഈ OBന്റെ മുകളിലുള്ള ലോൺ പെയർ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2 അല്ലേ? സോ 6 മൈനസ് 2 മൈനസ് ഹാഫ് ഇൻറ്റു അയാളുടെ മുകളിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2, 4, 6 ഇലക്ട്രോൺ ഉണ്ടാവും. സോ ഹാഫ് ഇൻറ്റു 6 എന്ന് നമ്മൾ എഴുതും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 6 മൈനസ് 2 മൈനസ് ഹാഫ് ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് എനിക്ക് കിട്ടുക. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്തേ, എന്താ നിങ്ങൾ ചെയ്യണ്ടേ? അതൊന്ന് ചെയ്തേ, ഫോർമൽ ചാർജ് ഓൺ OC. ഫോർമൽ ചാർജ് ഓൺ OC ഒന്ന് ചെയ്തേ. എങ്ങനെ ചെയ്യും? വാലൻസ് ഇലക്ട്രോൺ എത്ര എണ്ണ? 6 എണ്ണം അല്ലെ? അപ്പൊ 6 മൈനസ് എത്ര ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടാ? 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട്. സോ 6 മൈനസ് 6 മൈനസ് ഹാഫ് ഇൻറ്റു എത്ര ബോണ്ടാ ഉള്ളത്? ഒരു ബോണ്ടിൽ എത്ര ഇലക്ട്രോൺ? മാക്സിമം 2 ഇലക്ട്രോൺ. സോ ഹാഫ് ഇൻറ്റു 2. സോ ഇതെന്ത് വരും? 6 മൈനസ് 1 ഈക്വൽ ടു -1 എന്ന് കിട്ടും. റെഡി അല്ലേ? അപ്പൊ ഇവിടെ 0 ആണ് ഇയാളുടെ ഫോർമൽ ചാർജ്, +1 എന്ന് പറയുന്നതാണ് ഇയാളുടെ, -1 എന്ന് പറയുന്നതാണ് ഇയാളുടെ അല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓസോൺ മോളിക്യൂളിന്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുക. ഈ ഫോർമൽ ചാർജിനെ സം എടുത്താൽ ടോട്ടൽ മോളിക്യൂളിന്റെ ചാർജ് എന്താണോ അത് കിട്ടും. അപ്പം 0 + 1 1 എന്ന് വരും, -1 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 തന്നെ കിട്ടും. അപ്പൊ ഞാൻ ഓസോൺ മോളിക്യൂൾ നിങ്ങൾക്ക് ചെയ്തു തന്നു. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത് ചെയ്തു നോക്കാൻ പോകുന്ന ആളാണ് കാർബൺ ഡയോക്സൈഡ്. രണ്ടാമത്തെ ആളാണ് ആര്? കാർബൺ ഡയോക്സൈഡ്. എങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡിനെ കണ്ടുപിടിക്കുക? കാർബൺ ഡയോക്സൈഡിന്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? C ഡബിൾ ബോണ്ട് ഓക്സിജൻ അല്ലേ? അപ്പൊ അയാളുടെ വാലൻസ് ഇലക്ട്രോണ് ഞാൻ ഇത് അവിടെ കാണിച്ചു. ഇത് ഒന്നാമത്തെ ഓക്സിജൻ ആണ്. ഇത് രണ്ടാമത്തെ ഓക്സിജൻ ആണ്. രണ്ടാമത്തെ ഓക്സിജന്റെ വാലൻസ് ഇലക്ട്രോൺ 6 എണ്ണം ഉണ്ടാവുക. അതിൽ 2 എണ്ണം ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി ഓക്സിജന്റെ, ബാക്കി 4 എണ്ണം അവിടെ ഉണ്ട്. അപ്പൊ ഇതിലുള്ള ഓക്സിജന്റെയും കാർബണിന്റെയും ഫോർമൽ ചാർജ് എനിക്ക് കണ്ടുപിടിക്കണം. ആദ്യം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ഫോർമൽ ചാർജ് ഓൺ ഓക്സിജൻ. വൈറ്റിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഓക്സിജന്റെ ഫോർമൽ ചാർജ് എങ്ങനെ കണ്ടുപിടിക്കുക? ഫ്രീ സ്റ്റേറ്റിൽ 6 ആണ്. 6 മൈനസ് അവിടെ നോക്കുമ്പോൾ 4 ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. 6 മൈനസ് 4 മൈനസ് ഹാഫ് ഇൻറ്റു 2 ബോണ്ട് 4 ഇലക്ട്രോൺ. റെഡി അല്ലേ? സോ നമുക്ക് എഴുതാം 6 മൈനസ് 4 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഞാൻ ഓക്സിജന്റെ മുകളിലുള്ളത് കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് കാർബണിന്റെ മുകളിലുള്ളതാണ്. അപ്പൊ എങ്ങനെയാ കാർബണിന്റെ കിട്ടുക? പറഞ്ഞടാ, കാർബണിന്റെ എങ്ങനെ കിട്ടുക? കാർബണിന്റെ കേസില് ഫോർമൽ ചാർജ് ഓൺ കാർബൺ. കാർബണിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 6 ആണോ?
അല്ല എത്രടാ 4 ആണ്. സോ 4 മൈനസ് കാർബണിന്റെ മുകളിൽ ലോൺ പെയർ ഇല്ല, സോ 0 മൈനസ് ഹാഫ് ഇൻറ്റു എത്ര ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്? 4 ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? അപ്പൊ 4 ബോണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ഇലക്ട്രോണാ? 8 ഇലക്ട്രോൺ ആണ്. സോ ഹാഫ് ഇൻറ്റു 8. സോ ഇവിടെ എന്താ കിട്ടുക? 4 മൈനസ് 0 മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ കാർബണിന്റെ മുകളിലുള്ള ഫോർമൽ ചാർജ് നമുക്ക് കിട്ടി. ഇനിയാണ് നമ്മൾ കണ്ടെടുക്കേണ്ടത് ഓക്സിജൻ അല്ലേ? അത് നിങ്ങളൊന്ന് ചെയ്തേ, ഓക്സിജൻ ഒന്ന് ചെയ്തേ. ഫോർമൽ ചാർജ് ഓൺ ഓക്സിജൻ ചെയ്തണോ? ചെയ്തിട്ട് എത്ര കിട്ടണത് നോക്ക്. എങ്ങനെ ചെയ്യാം? യെസ്, 6 മൈനസ് പറ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ലോൺ പെയർ ഉണ്ട്, മൈനസ് ഹാഫ് ഇൻറ്റു എത്ര ബോണ്ടാണ്? 2 ബോണ്ടില് 4 ഇലക്ട്രോൺ. അപ്പൊ ഇവിടുന്ന് എന്ത് കിട്ടും? 6 മൈനസ് 4 മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഫോർമൽ ചാർജ് എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും വരാം. അപ്പൊ ഞാൻ ഇതില് ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോമ്പൗണ്ട്സ് നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. സോ 1 by 1 ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, മൂന്നാമത്തെ കോമ്പൗണ്ട് ഏത് വേണടാ? മൂന്നാമത്തെ കോമ്പൗണ്ട് നിങ്ങൾ O2 മോളിക്യൂളിലുള്ള ഓക്സിജന്റെ അത് കണ്ടുപിടിക്കാം. നാലാമത്തത് നിങ്ങൾ ഏത് ചെയ്യും? NF3 മോളിക്യൂൾ ആയിക്കോട്ടെ. NF3 മോളിക്യൂളിലുള്ള ഓരോ ആൾക്കാരതും നിങ്ങളൊന്ന് ചെയ്യാം. റെഡി അല്ലേ? അഞ്ചാമത്തത് NF3 മോളിക്യൂൾ ഞാൻ തന്നു. ദെൻ നെക്സ്റ്റ് വണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് സപ്പോസ് N2 മോളിക്യൂൾ ആണെന്ന് വിചാരിക്കാം. റെഡി? അപ്പൊ ഈ ആൾക്കാരതൊക്കെ ഫോർമൽ ചാർജ് ഓരോ ആറ്റത്തിന്റെയും എന്താണ് വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ആൻസർ ഈ തൊട്ട് മുമ്പേ നമ്മൾ ചെയ്ത രൂപത്തിൽ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.